Who is the father of Zionism? ആരാ സിയോണിസം എഴുതാവ്? തിയഡോർ ഹെർട്സൽ, ഹംഗേറിയൻ. അയാൾ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടില്ല. ഇസ്രായേൽ ഉണ്ടാവുന്നത് 1948-ലാണ്. ഇയാൾ മരിക്കുന്നത് 1906-ലാണ്. അയാളാണ് ഇസ്രായേലിന്റെ സ്പിരിച്വൽ ഫാദർ. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയാനാണ്. ഈ ഡേവിഡ് ബെൻഗൂരിയാനെ പോലെ നന്ദില്ലാത്ത ഒരാളാരാ ഈ ഭൂഗോളത്തിന് മുകളിൽ? അയാൾ യൂറോപ്യൻ കഷ്ടപ്പാടിനെ രക്ഷപ്പെടുത്തിയതാരാ? ഉസ്മാനി തുർക്കികൾ. അയാളെ ഇസ്ലാമാബാദി എന്ന ഇസ്താൻബൂളിൽ കൊണ്ടുപോയി. അന്നത്തെ ഇസ്ലാം പൂളാണ് പിന്നീട് എന്തായി മാറിയത്? ഇസ്താൻബൂളായി മാറി. അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഡിഗ്രി എടുത്തു. ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനാക്കി വളർത്തിയതാരാ? ഖലീഫമാർ സ്വന്തം ചെലവിൽ. ആദ്യം നെഞ്ചത്തി ചവിട്ടിയതാരാ? ഇയാളെന്നെ. ഒന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാ കളിയും കളിച്ചതാരാ? ഡേവിഡ് ബെൻഗൂരിയാൻ. ഇയാളാരാ? ഈ തുർക്കിയിൽ വളർത്തിണ്ടാക്കിയ വ്യക്തി. മുഹമ്മദീയത്തില്ലെങ്കിൽ ദീന് വിലയില്ല, ഒരു വിലയില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ വില സിദ്ദീഖുൽ അക്ബർ ഹാഫിദുൽ ഖുർആൻ അല്ല. എന്താ പറഞ്ഞോയോ? ഖുർആൻ മനപ്പാടമുള്ള ഒരു വ്യക്തിയല്ല ആര്? സിദ്ദീഖുൽ അക്ബർ. അതിനേക്കാൾ വലിയ മുഅ്മിനല്ല. മുഹബ്ബ് മുഹമ്മദാണ്, മുത്തബിഉ മുഹമ്മദാണ്. ഈ ലോകത്തെന്തിനേക്കാളും മുഹമ്മദ് നാളെ തോളിലും തലയിലും കയറ്റിച്ച ആളാണ്. അതാണ് നാം മുഴുവൻ ഖായിമുൽ ഖുർആനാണ്, ഹാഫിദുൽ ഖുർആനല്ല. ഖായിമുൻ ബിൽ ഖുർആന. ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്, ഖുർആൻ കൊണ്ട് നിലകൊണ്ട ആളാണ്, മനപ്പാടാക്കിയ ആളല്ല. മനസ്സിലായത് നിങ്ങൾക്ക്? അതാ വിഷയം. ഹാഫിദീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഖായിമീങ്ങളില്ല. ഖായിമാകണമെങ്കിൽ മുഹമ്മദിയത്ത് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ പ്രശ്നം. ഒന്നും നടക്കൂല. നിങ്ങൾ വിചാരിക്കേണ്ട യുദ്ധം കഴിഞ്ഞാൽ നമ്മളവരെ പിടിച്ചെടുക്കും. നടക്കൂല. ഒരിക്കലും നടക്കൂല. എന്തുകൊണ്ട്? ഇവർക്കിടയുള്ള അന്തർധാര വളരെ സുദൃഢമാണ് ഇപ്പോഴും. എന്തുകൊണ്ട് അന്തർധാര സുദൃഢമായി? മുഹമ്മദിയത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ശത്രുക്കളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും മനസ്സിലായില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. റസൂലുള്ളാഹിനെ പഠിക്കാൻ വലിയ പാടാണ്. റസൂലുള്ളാഹിനെ പഠിക്കൽ വലിയൊരു പാഠമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സംഭവം പറയാം, ഒരു കാര്യം പറയാം, അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ പൂർത്തിയായി പറയില്ല, ശരിയും പറയാം. എനിക്ക് ഈ ബദർ യുദ്ധം തലയിൽ കയറിയിട്ടില്ല. എനിക്കതൊന്നും മനസ്സിലാവില്ല. എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു അടുത്ത കാലം വരെ. ഞാനിത് മനസ്സിലാക്കണം 2 കൊല്ലത്തിനുള്ളിലാണ്. ഞാൻ ഈ ലോകത്തിന് മുഴുവനും വേണ്ടി വന്നൊരു മനുഷ്യൻ മക്കയിലെ കുറച്ച് ആളുകളോട് ശത്രുത വെച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എനിക്കത് തലയിൽ കയറിയില്ല. എന്താണ് എനിക്ക് പറയുന്നത്? ഓക്കെ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലേ. പിന്നെ ഞാൻ പഠിച്ചു. ഇപ്പം എനിക്കറിയാം ലോകത്തിൻ്റെ നേതാവാണ് റസൂലുള്ളാഹ്. 2 കൊല്ലം മുമ്പ് വരെ എനിക്കറിയില്ല. ഞങ്ങളടുത്തൊക്കെ പ്രസംഗിക്കുന്ന കാലത്ത് 23-25 കൊല്ലം ഇപ്പോൾ ഞാൻ കേരളത്തിലാവുമ്പോൾ പ്രസംഗിക്കുന്നത്. അതിൽ 23 കൊല്ലം നബി ആരാണ് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം 2 കൊല്ലത്തിനുള്ളിൽ പഠിച്ചു. അതിനു വേണ്ടി പഠിച്ചു, രാവുമ്പാലും പഠിച്ചു. അപ്പോൾ മനസ്സിലായി ചില സത്യങ്ങൾ. അത് മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി യൂറോപ്പിനോടല്ലാതെ യുദ്ധം ചെയ്തിട്ടേയില്ല. റസൂലുള്ളാഹിയുടെ മൊത്തം യുദ്ധം യൂറോപ്പിനെതിരാണ്. യൂറോപ്പിന് ഇത്ര ദേഷ്യമുള്ളൊരു ആളും ഇല്ല. പ്രത്യക്ഷത്തിൽ ഖുറൈശികൾ മാത്രം നബിയുടെ ശത്രുക്കൾ. എന്തായാലും പഠിക്കുള്ളത്? റസൂലുള്ളാഹി യൂറോപ്പിലേക്ക് ഒരു യുദ്ധത്തിന് പോയിട്ടില്ല. എന്നാൽ യൂറോപ്യന്മാർക്ക് നബിയോടുള്ളത് പോലത്തെ ദേശം ഈ ലോകത്ത് ആരോടുമില്ല. അതൊക്കെ എങ്ങനെയാണ്? പഠിക്കണം. ഞാൻ പഠിപ്പിച്ചുതരാം. ഏത് മൂലയിൽ വന്നാലും ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷെ വരുമ്പോലെ വരണം. ഞാൻ പഠിപ്പിച്ചുതരാം. എനിക്ക് അല്ലാഹു തന്ന തൗഫീഖ് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി യൂറോപ്പിനെ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം ഒക്കെ യൂറോപ്പിനെതിരാണ്. യൂറോപ്പിനോട് നബി യുദ്ധം ചെയ്തിട്ടുള്ളൂ. മക്കയിലെ 4 മനുഷ്യന്മാരോട്. അവിടെ നമ്മൾ അബൂജഹലിനല്ല, അത് ഒരു യൂറോപ്യനാണ്. യൂറോപ്പിനോടുള്ള യുദ്ധം റസൂൽ നടത്തിയത് മൊത്തം അത്രയേ ഉള്ളൂ.
അല്ലാതെ ആര് ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന ബദറിൽപ്പെട്ട 4 ഖുറൈശികളോട് യുദ്ധം ചെയ്യേ? ആര്? റഹ്മത്തുൽ ആലമീൻ. ശത്രുവിനെ കണ്ടെത്തണം. ഇവർ കുറച്ചാൾ മരിച്ചുപോയി, ബാക്കിയുള്ളവർ നബിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ശത്രു തീർന്നില്ലേ? ശത്രു തീർന്നോ അല്ലേ? നബി യുദ്ധം ചെയ്തത് ഖുറൈശികളോടല്ലേ? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലാഹ് ഇതൊന്ന് പറഞ്ഞു കിട്ടിയാലും വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നു. നബി യുദ്ധം ചെയ്ത് ഖുറൈശികളോടല്ലേ? ആണല്ലോ. അവർ കുറച്ചാൾ മരിച്ചുപോയി, കുറച്ചാൾ മുസ്ലിം പോയി. അപ്പൊ ശത്രു അവസാനിച്ചില്ലേ? ശത്രു അവസാനിക്കാൻ പാടുണ്ടോ? ശത്രു അവസാനിച്ചാൽ ത്യാഗം ഉണ്ടാവും. മഹാഭാരതത്തിലെ അവസാനത്തെ വാക്ക് ശത്രു അവസാനിക്കും, ശത്രു മരിക്കുന്നില്ല. സത്യമാണ്. അതിലൊക്കെ അമ്പിയാവിൻ്റെ പക്കയത്തുണ്ട്. മഹാഭാരതം ഒന്നും വെറും വാക്കാണെന്ന് എനിക്ക് വിശ്വാസമില്ല. മനുഷ്യൻ കടത്തി കൂട്ടിയിട്ടുണ്ടാകാം, പക്ഷെ അമ്പിയാക്കളുടെ വാക്ക് എമ്പാടുണ്ട്, എല്ലാത്തിനുണ്ട്. അമ്പിയാക്കന്മാരെത്തറിയാം. അത് വലിയ വാക്കാ. ശത്രു മരിക്കുന്നില്ല. മഹാഭാരതത്തിലെ അവസാനത്തെ വാക്ക് ശത്രു മരിക്കുന്നില്ല. അതാണ് ലാസ്റ്റ് സെന്റൻസ് ഓഫ് മഹാഭാരതം. അവസാനത്തെ വാക്കാണ് ശത്രു മരിക്കുന്നില്ല. ശത്രു മരിക്കാൻ പാടില്ലല്ലോ. ശത്രു മരിച്ചില്ലേ? ശത്രു മരിച്ചിട്ടില്ല. ശത്രുവിനെ കണ്ടെത്തൽ മുസ്ലിമിന്റെ കടമയാണ്. അത് ശത്രുതക്കല്ല. ആ ശത്രു നബിയുടെ കാലത്തും മരിച്ചിട്ടില്ല, ഒരു കാലത്തും ഒരു മരിക്കൂല. അവരെ നമ്മൾ കണ്ടെത്തണം. ബദർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ പേര് പറഞ്ഞ് ചോറ് തിന്ന് പിരിഞ്ഞാൽ ബദർ കണ്ടെത്താൻ കഴിയില്ല. ബദറിനെ പഠിക്കണം. ബദർ ഒരു യൂറോപ്യൻ യുദ്ധമാണ്. യൂറോപ്പിനോടല്ലാതെ നബി യുദ്ധം ചെയ്തിട്ടില്ല, ജീവിതത്തിൽ യുദ്ധമില്ല. റസൂലുള്ളാഹി യൂറോപ്പിനെ യുദ്ധം ചെയ്യാനല്ലാതെ നബി തൻ്റെ ത്യാഗം കാണിച്ചിട്ടുമില്ല. യൂറോപ്പിനെ നബി വെറുതെ വിട്ടിട്ടുമില്ല. അതൊരു നാടാണ്. ആ നാടിൽ ഒരു നന്മ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. ലോകം മുഴുവനും നശിപ്പിച്ചവരാണ്, ഇന്നും നശിപ്പിക്കുന്നവരാണ് അവർ. അത്ര ഒരു സ്വാർത്ഥരായ ജനത ഭൂഗോളത്തിൻ്റെ മുകളിലില്ല. ജൂതമതം ഒരു സെമിറ്റിക് മതമാണ്. അത് നശിപ്പിച്ചത് യൂറോപ്യന്മാരാണ്. സിയോണിസം സെമിറ്റിക് ആശയല്ല, അത് യൂറോപ്യൻ ആശയാണ്. മനസ്സിലായി? ജൂതമതം സെമിറ്റിക് മതമാണ്, ഏഷ്യയുടെ മതമാണ്. ഏത് കുട്ടി? ഏഷ്യയുടെ മതമാണ്. എന്ത്? ജൂതമതം. ഏഷ്യയുടെ സ്വന്തം മതമാണത്. ആ മതത്തിനോട് ഏഷ്യക്കാർക്ക് ഒരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, ഇല്ലല്ലോ. എന്നാൽ ഇന്ന് കാണുന്ന ഈ ഇസ്രായേൽ ഏഷ്യക്കാരല്ല. അവരാരാ? യൂറോപ്യന്മാര്. അതെന്താ കാരണം? സിയോണിസം ഒരു ഏഷ്യൻ ഉൽപ്പന്നമല്ല. Who is the father of Zionism? ആരാ സിയോണിസം എഴുതാവ്? തിയഡോർ ഹെർട്സൽ, ഹംഗേറിയൻ. അയാൾ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടില്ല. ഇസ്രായേൽ ഉണ്ടാവുന്നത് 1948 ഇയാൾ മരിക്കുന്നത് 1906. അയാളാണ് ഇസ്രായേലിന്റെ സ്പിരിച്വൽ ഫാദർ. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയാനാണ്. ഈ ഡേവിഡ് ബെൻഗൂരിയാനെ പോലെ നന്ദിയില്ലാത്ത ഒരാളാരാ ഈ ഭൂഗോളത്തിന് മുകളിൽ? അയാളെ യൂറോപ്യൻ കഷ്ടപ്പാടിനെ രക്ഷപ്പെടുത്തിയത് ആരാ? ഉസ്മാനി തുർക്കികൾ. അയാളെ ഇസ്ലാമാബാദി എന്ന ഇസ്താൻബൂളിൽ കൊണ്ടുപോയി. അന്നത്തെ ഇസ്ലാം പൂളാണ് പിന്നീട് എന്തായി മാറിയത്? ഇസ്താൻബൂളായി മാറി. അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഡിഗ്രി എടുത്തു. ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനാക്കി വളർത്തിയതാരാ? ഖലീഫമാർ സ്വന്തം ചെലവിൽ. ആദ്യം നെഞ്ചത്തി ചവിട്ടിയത് ആരാ? ഇയാൾ തന്നെ. ഒന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാ കളിയും കളിച്ചതാരാ? ഡേവിഡ് ബെൻഗൂരിയാൻ. ഇയാളാരാ? ഈ തുർക്കിയിൽ വളർത്തിണ്ടാക്കിയ വ്യക്തി. ഇതൊക്കെ യൂറോപ്പിന്റെ ഉൽപ്പന്നമാണ്. അവർക്ക് നന്നാക്കാൻ കഴിയില്ല. എല്ലാം അങ്ങനെയാ. അതിലെല്ലാം അങ്ങനെയാ. എല്ലാം ഇന്നിപ്പോ മുസ്ലിമീങ്ങൾ ഇപ്പൊ ജയിക്കും. തെരഞ്ഞെടുപ്പിന് ഇറക്കാണല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഉയർത്തിക്കാട്ടുക വിക്ടറി ചിഹ്നാണ്.
ഏതാ വ്യക്തിഗത ചിഹ്നം? ഇതെന്താ? എല്ലാ തങ്ങന്മാരുടെ കഥ കാണിക്കുക. ഇവർ ചതിച്ചു, ഇവർക്ക് അന്തല്ല, ഇവർ പഠിച്ചില്ല. ഞാൻ പഠിച്ചോ പറഞ്ഞാൽ സ്വീകരിക്കില്ല. എനിക്ക് പണി അതാ, പഠിക്കരാവും പകലും. പഠിച്ചോ പറഞ്ഞു. ഇതൊരു മുസ്ലിം എങ്ങനെ കാണിക്കുക? ഇതിനടിച്ച് എന്താ? സലാഫിയത്ത്, ഇന്നല്ലാഹ സാലിസു സലാസ. ഇത് ഭൂഗോളത്തിന് മുകളിൽ ആദ്യമായി ഉയർത്തിക്കാട്ടിയതാരാ? വിൻസ്റ്റൺ ചർച്ചിലാരാ? സാത്താനിസ്റ്റ്. മരണം വരെ പിശാചിനെ ആരാധിച്ച ആളാണ് ആര്? ചർച്ചിൽ. ലോകത്താദ്യമായി ഇത് ഉയർത്തിക്കാട്ടിയത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇതിനെ ഖുർആൻ വെട്ടിയിട്ടുണ്ട്. എവിടെ വെട്ടി? കുല്ലല്ലാഹു അഹദ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുലാബി പിടിച്ച് പിരിഞ്ഞാൽ പോരാ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് സലാഫിയത്ത്. ലോകത്തെ എല്ലാ ഷിർക്കിൻ്റെയും ആധാരം സലാഫിയത്താണ്. മൂന്നിൽ വെട്ടാതെ ഷിർക്ക് തൗഹീദ് ഉണ്ടാവില്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ലോകത്തെ എല്ലാ ഷിർക്കിൻ്റെയും ആധാരം സലാഫിയത്താണ്. 3. ഇസ്ലാം 3 പൊളിച്ചിട്ടേ നിന്നിട്ടുള്ളൂ. ലം യലിദ്. എന്താണ് ഞങ്ങൾ കുല്ലുല്ലാഹു അഹദിൽ ഈ ലമ്മൻ നഫി 3 പദത്തിലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് പോസിറ്റീവ്, അല്ലാഹു സമദ് പോസിറ്റീവ്, ലം യലിദ് നെഗറ്റീവ്, വലം യൂലദ് നെഗറ്റീവ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ് നെഗറ്റീവ്. എന്തേ? ഈ പോസിറ്റീവ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ നെഗറ്റീവിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ആ പോസിറ്റീവിന് നിലക്കാൻ കഴിയില്ല. ഇതും കൂടി രണ്ടും കൂടി കൂടിയ സംഘടന ഉണ്ടാവുള്ളൂ. അതിൽ മുഹമ്മദിയത്തും ഖുർആനിയത്തും ഉണ്ടാവില്ല. അത് പഠിക്കണം. ഇതാണ് എന്ത് വിറ്റത ചിഹ്നം. നമ്മളൊക്കെ ശരിക്കും അപ്പോൾ എടാ ചങ്ങായി, നമ്മൾ ഈ അടുത്ത കാലത്ത് ചതിച്ചതാ. മൊയ്തീൻ ഷേഖ്, റിഫായ് ഷേഖ് കാക്കണേ, അതൊക്കെ ഒരു വർത്താനാണോ? കാത്തുകാത്തിലായി നമ്മളെ ഉള്ളിലുള്ള ആളാണ് പിന്നെ മൊയ്തീൻ ഷേഖ്. അത് നമ്മൾ പറഞ്ഞ തീർന്ന കാര്യമല്ലേ? ഈ യഥാർത്ഥ പ്രശ്നം തന്നെ. ആ സാധനത്തെ വല്ല ചർച്ച നമുക്കുണ്ടോ? അതിനെ നമ്മൾ കൈയിട്ട് സ്വീകരിക്കല്ലേ? ചിന്തിക്ക്. പറഞ്ഞാൽ തീരൂല. അതൊന്നും അള്ളാന്റെ ദീൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഇതിന്റെ സിമ്പിളാണിത്. ഇത് രണ്ടിൻ്റെ ഇടയിൽ ത്രികോണാണ് വരുന്നത്. ഏത് ഷിർക്കിന്റെ ആധാരം ത്രികോണാണ്. അതാണ് ആ കാട്ടിയത്. ഒരു പോസിറ്റീവ്, അതിൻ്റെ അനുബന്ധമാണ് അടുത്ത പോസിറ്റീവ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൻ്റെ ഇടയിൽ വാവിനെ കളഞ്ഞു. എന്തുകൊണ്ട്? മുഗായറത്ത് വേണ്ട. മനസ്സിലായില്ല? ഒന്നിന് രണ്ടെണ്ണത്തിനിടയിൽ പിരിക്കുകയാണെങ്കിൽ അറബി ഭാഷയിൽ വാവ് കൊടുക്കും. സെയ്ദും വന്നു, അമ്രും വന്നു. ഖുൽ ഹുവല്ലാഹു അഹദിന്റെയും അല്ലാഹു സമദിന്റെയും ഇടയിൽ വാവ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെയാണ് അല്ലാഹു സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ് അല്ലാഹു സ്വയം പര്യാപ്തനും എല്ലാവരും അവനെ മാത്രം ആശ്രയിക്കേണ്ടവനുമാണ്. ഇതാണ് എന്ത്? അല്ലാഹു സമദ്. ഇത് രണ്ടും കൂടിയതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി ഇത് നിലനിൽക്കണമെങ്കിൽ 3 നെഗറ്റീവുകൾ ശ്രദ്ധിക്കണം. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ തൃത്വത്തിൽ തൗഹീദിന് നിലനിൽക്കാൻ കഴിയില്ല. തൃത്വം എന്നത് അടിസ്ഥാനപരമായി എന്തല്ല, ഏഷ്യൻ ചിന്തയല്ല. അത് യൂറോപ്പിൽ നിന്ന് കയറി വന്നതാണ്. അത് യൂറോപ്യൻ ഉൽപ്പന്നമാണ്. അവരെ സിമ്പിളുകൾ മൊത്തം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. നമ്മളെ ഏറ്റവും വലിയ കൂട്ടുകാരൻ തന്നെ. ഇന്നിപ്പോൾ നമ്മൾ 1932 സൗദി അറേബ്യ വരുന്നത്. 1932 24 പിടിച്ചടക്കി. 32 UN മനസ്സിലായില്ലേ? ലീഗ് ഓഫ് നേഷൻസ് അംഗീകരിച്ചു. അന്ന് ലീഗ് ഓഫ് നേഷൻസാണ്. 1924 സൗദി അറേബ്യ വന്നു. 32 ലീഗ് ഓഫ് നേഷൻസ് അംഗീകരിച്ചു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ സൗദി അറേബ്യ വന്നിട്ട് എത്ര കൊല്ലായി? 100 കൊല്ലായി. അങ്ങനെ പറയുകയാണെങ്കിൽ 100 കൊല്ലായി. ഈ 100 കൊല്ലത്തിന് എന്താ പ്രൊഡക്റ്റ് എന്താ പറയും? പ്രൊഡക്റ്റ് എന്താ പ്രൊഡക്റ്റ് പറയും?
സൗദി അറേബ്യ 100 കൊല്ലത്തെ പ്രൊഡക്റ്റ് എന്താ പറയും? മൂല്യന്മാരെ, ആര്യന്മാരെ, മൗലവിമാരെ കുറെ താടിയും തൊപ്പി നീട്ടി നടക്കണ്ടല്ലോ കുറേ എണ്ണം പറയും. ഇവരെ പ്രൊഡക്റ്റ് എന്താ? ഒരു തീപ്പെട്ടി കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടോ? സത്യം തന്നെയാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സൗദികൾ കണ്ടുപിടിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ ഒരു കഴിവില്ലാത്ത കാലത്ത് വാന നിരീക്ഷണ ശാസ്ത്ര ലോകത്തെ വരെ വലിയ വലിയ ജീനിയസുകളായിരുന്നു. അന്നേരം ഇത് പറയേണ്ട ആവശ്യം പറഞ്ഞ നേരം തന്നെയാണ്. 100 കൊല്ലത്തെ പ്രൊഡക്റ്റ് എത്രയെന്നറിയോ? 3 കൊല്ലത്തെ സൗദി അറേബ്യയുടെ 100 കൊല്ലത്തെ ലാഭം മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കാൻ പാടില്ല. പറയും, റിഫായ് ഷെയ്ഖ് എന്ന് വിളിക്കാൻ പാടില്ല, ഹദ്ദാദി എല്ലാം പാടില്ല, മൗലൂദം പാടില്ല, കൂടിയിരുന്ന് ദിക്റെല്ലാം പാടില്ല. പിന്നെ ടൗസർ കുറച്ച് മുറിച്ചിട്ട് നെരിയാണ്ട് മേലൊക്കെ കയറ്റണം. താടി പരമാവധി ഉള്ളതൊക്കെ തൊപ്പറ പോലെ അവൻ്റെ ദുബർ വരെ നീട്ടണം. ഇതാണ് ഒരു പ്രൊഡക്റ്റ്. അതാത് അല്ല എന്തെങ്കിലും കണ്ടുപിടിച്ചത്? എന്തൊക്കെ പഠിച്ചവർക്ക് കൊടുത്തത്? ഈ ഭൂലോകത്തെ മുഴുവൻ സമ്പത്തും. എന്താ പ്രൊഡക്റ്റ്? എന്താ? എല്ലാം മാത്സിനെ വിജയിപ്പിച്ചതാരാ? ആൾജിബ്രയെ കണ്ടുപിടിച്ചതാ? ഒക്കെ മുസ്ലിമീങ്ങൾ. ഒന്നുമില്ലാത്ത കാലത്ത് മെഡിക്കൽ സയൻസിൻ്റെ പിതാക്കളാരാ? മുസ്ലിങ്ങൾ. ആൾജിബ്രയുടെ പിതാക്കളാരാ? മുസ്ലിങ്ങൾ. ബോട്ടണിയുടെ പിതാക്കളാരാ? മുസ്ലിങ്ങൾ. കെമിസ്ട്രിയുടെ പിതാക്കളാരാ? മുസ്ലിങ്ങൾ. ഒക്കെ മുസ്ലിങ്ങൾ. പണ്ട് പണ്ട് പണ്ട്. ഇപ്പോൾ 1924 2025 സൗദി അറേബ്യ പ്രൊഡക്റ്റ് എന്താ? എന്താ പ്രൊഡക്റ്റ്? അതൊക്കെ നമ്മളെ ഖിലാഫാത്തല്ലേ. ഒരാൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു, മറ്റും വിളിച്ചില്ല, മറ്റോ അതേയില്ല, ചെല്ലിയില്ല. ഇതൊക്കെ പറഞ്ഞാൽ തീരുന്ന കാര്യമില്ല. ഇതാണോ ഖുർആന്റെ പ്രൊഡക്റ്റ്? 100 കൊല്ലം. ഏത് കാലത്ത്? സൂപ്പർ സോണിക് യുഗത്തിൽ. എന്താ കാരണം? അള്ളാഹു ഈ ജനതയെ പരിഗണിച്ചിട്ടില്ല. അവർക്കൊരു കിതാബുണ്ട്. ആ കിതാബിൽ നിന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കോടാനക്കോടിയുടെ സമ്പത്ത് വന്നു കൊടുത്തു. എന്താ പ്രൊഡക്റ്റ്? ലോകത്തെ എന്തൊരു ശാസ്ത്രം അവർ കണ്ടുപിടിച്ച്? എന്തേ അവരങ്ങനെ ആക്കിയത്? അവരെ നിന്നിച്ചില്ലേ അള്ളാഹു? കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാവും. ഇയാൾ പണ്ട് എങ്ങനെയാണ്? എനിക്ക് നിങ്ങളോട് ഞങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളൊരു ആവശ്യമില്ല. അല്ല, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ എന്നെ ഒഴിവാക്കി. എനിക്കെന്താ? ഞങ്ങളെ പണ്ടേ ഒഴിവാക്കിയ ഈ മൗലവിമാരും മൗലവിമാരും ഞാൻ പണ്ടേ ഒഴിവാക്കി കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല? ഞങ്ങളോട് നേരത്തെ പറഞ്ഞ ചീടിയിൽ വെള്ളം പറഞ്ഞുകൊണ്ട് പയറും കൂടെ മുളക്കൂല, അല്ല മണ്ണിൽ വെള്ളം വരണം. ഞാൻ ചോദിക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് എന്ത്? 100 കൊല്ലത്തെ മുസ്ലിം ലോകത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ത്? നിങ്ങൾക്ക് ഈ റമദാനിൽ മറുപടി ഇടാൻ കഴിയില്ലെങ്കിൽ അടുത്ത വലിയൊരുനാളിൻ്റെ ഉള്ളിൽ മറുപടി ഇടാൻ മതി. 100 കൊല്ലത്തെ മുസ്ലിം ലോകത്തെ പ്രൊഡക്റ്റ് എന്താ? ലോകത്തെ ഏറ്റവും സത്യസന്ധമായ വേദഗതി എന്തുണ്ട്? അതിനാണ് കെമിസ്ട്രി ഉണ്ടായത്, അതിനാണ് ബയോളജി ഉണ്ടായത്, അതിനാണ് ഫിസിക്സ് ഉണ്ടായത്, അതിനാണ് മാത്സ് ഉണ്ടായത്, ലോകത്തെ ഇൻസാനിയത്ത് ഉണ്ടായത്, എല്ലാം ഇന്നുണ്ടായത്, എല്ലാം ഇന്നുണ്ടായത്, എല്ലാം ഇന്നുണ്ടായത്. ഒരു പുസ്തകം എഴുതി മോറിസ് ബുക്കായി, ഖുർആൻ ബൈബിൾ ആൻഡ് സയൻസ്. മോറിസ് ബുക്കായി കിടക്കുന്നത് പാരീസിൽ ഒരു കത്തോലിക്ക ചർച്ചിൻ്റെ സെമിത്തേരിയില്ല. എന്തേ അങ്ങനെ? നിങ്ങളിവിടെ ഉണ്ടാവോ? സ്ഥലത്തുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞോയോ? എന്താ പറഞ്ഞു? ഈ മൂല്യന്മാർ മുഴുവൻ 100 കൊല്ലം കഴിഞ്ഞ 967 ശേഷം ഉള്ള 10-50 കൊല്ലം മൂല്യന്മാരും മൗലവിമാരും പ്രസംഗിക്കാൻ ഉപയോഗിച്ച പുസ്തകമാണ് എന്ത്? മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും വിൽക്കപ്പെട്ട പുസ്തകമാണ് എന്ത്? മോറിസ് ബുക്കായുടെ ഖുർആൻ ബൈബിൾ ആൻഡ് സയൻസ്. ഖുർആന്റെ വലിപ്പത്തിലാണ് ആ പുസ്തകം പറയുന്നത്. മോറിസ് ബുക്കായുടെ നടക്കുന്നത്. പാരീസിലെ ഒരു കത്തോലിക്ക ചർച്ചിന്റെ സെമിത്തേരിയിൽ നടക്കുന്നത്. അയാൾ മദീനത്തെ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന ആളല്ലേ? എന്റെ അന്തമാണടാ. അയാൾക്ക് വിശ്വാസമല്ല, അയാൾ പരിക്കൊണ്ട് എഴുതി കൊടുത്തതാണ്. ആ പുസ്തകത്തിന്റെ വലിയൊരു ശതമാനം ഇപ്പൊ കലാരണപ്പെട്ടു, പിന്നെ മാറ്റി എഴുതി, ഇപ്പൊ വീണ്ടും കലാരണപ്പെട്ടു, പിന്നെ മാറ്റി എഴുതി. ഖുർആൻ ശാസ്ത്രവും പ്രസംഗിക്കാൻ പോണവരൊക്കെ വേഗം തപ്പതേരിയ ഖുർആൻ ബൈബിൾ ആൻഡ് സയൻസ്
ആരായത് മോറിസ് ബുക്കായി എവിടെ കിടക്കണ്? പാരീസിൽ ഒരു കത്തോലിക്ക ചർച്ചിൻ്റെ സെമിത്തേരിയിൽ. അല്ലാന്ന് തെളിയിച്ചാൽ എൻ്റെ പേര് റഹ്മത്തുള്ള എന്നല്ല, ഞാൻ പേര് മാറ്റും, വേറെ പേരാക്കും. തെളിയിച്ചോണ്ട അന്തമാണ്. എന്ത് മുസ്ലിമീങ്ങൾ 100 കൊല്ലം കൊണ്ടേത്? അള്ളാഹു എല്ലാം കൊടുത്തു, മുഹമ്മദ് നബിയെ കൊടുത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ കിട്ടിയവർ ലോകം മുഴുവൻ ജയിച്ചടക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈസെൻ്റർ റോമക്കാർക്ക് മറുപടി കത്തെഴുതി, ഞങ്ങൾക്ക് അവിടെ സമാധാനമായി മതപ്രബോധനം നടത്തണം, സ്വീകരിക്കൽ നിർബന്ധമല്ല, ഞങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളുടെ കയ്യിലൊരു സത്യമുണ്ട്. അപ്പോൾ ബൈസെൻ്റർ റോമക്കാർ തിരിച്ചു കത്തയച്ചു, സമ്മതമല്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊരു സത്യാശയുണ്ട്, ആ ആശയം നിങ്ങളുടെ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാം, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ആശയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അവർ സമ്മതിക്കൂലാൻ കത്തെഴുതി. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് പട്ടാളത്തെ അയക്കേണ്ടി വരും. എൻ്റെ പട്ടാളത്തിന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള കൊതിയേക്കാൾ എൻ്റെ പട്ടാളത്തിന് മരിക്കാനാണ് താല്പര്യം. അങ്ങനത്തെ ഒരു പട്ടാളുണ്ട്, അതാൻ്റെ പട്ടാളം. എങ്ങനെയുണ്ട്? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ ബൈസൻ്റൈൻ റോമാ സാമ്രാജ്യം നേരെ ഇസ്താൻബൂളിൽ ഒതുങ്ങി. ലോകം കണ്ട ഒരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഒരു ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി. ആൺകുട്ടികൾ പോയി, ഇസ്ലാമിൻ്റെ കൂടെയാണ് പോയി. അന്ന് ഇസ്ലാമിൻ്റെ കൂടെ വന്നതാണ് ഇറാഖ്, ഇറാന്. ഇന്ന് കാണുന്ന ലോകത്തെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ 99% ഉമർ, ഉസ്മാൻ, അലി, മുആവിയ അടക്കം റളിയല്ലാഹു അൻഹു ഇവരുടെ ഭരണകാലത്ത് വന്നതാണ്. ഒന്നും കൊടുക്കണം. അന്ന് നമുക്ക് സ്വർണ്ണം ഉണ്ടോ? പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇവരൊക്കെ അല്ല, ആ നാട്ടിൽ പോയി ദീനും പ്രചരിപ്പിച്ചു. അപ്പോൾ അവർക്ക് ദീൻ വലിയതാണെന്ന് മനസ്സിലായി. അതൊന്നും വേണ്ട. ഒരു സ്വഹാബി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോയാൽ ആ ജനം മുഴുവൻ ആ സ്വഹാബിയെ സ്വീകരിക്കും. അത്രയും വലിയ സാത്വികനാണ്. ഒരു കിതാബും കൊടുത്തിട്ടില്ല, ഒരു ലഘുലേഖ അച്ചടിച്ച് വിട്ടിട്ടില്ല, ഒരു ലഘുലേഖയും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയി. പണം കൊണ്ടുവന്ന അഹങ്കാരം, പണം കൊണ്ട് ആകരിച്ചത് എപ്പോഴും യൂറോപ്പ. പണത്തിന് വേണ്ടി കടിപിടി കൂട്ടിയത് എന്നും യൂറോപ്പ. ക്രൂരത കാട്ടിയതൊക്കെ യൂറോപ്പ. എന്താ യൂറോപ്പിൻ്റെ ലക്ഷ്യം? പണം, സുഖം. ഏഷ്യക്കാരൻ്റെ ആളുകളെയല്ല, ഹിന്ദുക്കളതിൻ്റെ ആളുകളല്ലല്ലോ. ഏഷ്യൻ മതമാണ് ഹിന്ദു മതം. ഇവരൊന്നും മോശക്കാരല്ല. ഹിന്ദു മതത്തെ നശിപ്പിച്ചതാരാ? യൂറോപ്യന്മാർ. ഹിന്ദു വേദങ്ങളെ നശിപ്പിച്ചതാരാ? ഗ്രേറ്റ് അലക്സാണ്ടർ. ക്രിസ്ത്യാനിറ്റി ഒരു ഏഷ്യൻ ഉൽപ്പന്നമാണ്. ഒക്കെ ഏഷ്യൻ മതങ്ങളാണ്. യൂറോപ്പിലെ കയ്യിൽ എന്താ ഉള്ളത്? നശിപ്പിക്കലല്ലാതെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ചിന്തിക്കണം. മുസ്ലിം ലോകത്തിന് ഗസയുടെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. മുസ്ലിം ലോകത്തിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ഖുർആൻ പാക്കറ്റ് പാലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക? പാല്, ചായ കൊടുക്കുക, ജനങ്ങൾ കുടിച്ചു പോകും. അത് യൂറിയാണ്. യൂറിയ നിങ്ങൾ അറിയോ? യൂറിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയും മനുഷ്യന്മാരെ, യൂറിയ കേട്ടില്ലേ? ആ അതെ, യൂറിയ. എന്താ യൂറിയ എന്നറിയാം? എന്താ യൂറിയ? എന്താണ് യൂറിയ എന്ന് പറഞ്ഞെന്നാൽ ഞങ്ങൾക്ക് 1000 രൂപ, 10 രൂപ. എന്താ യൂറിയ? പെട്രോളാണ്. യൂറിയ, തനി പെട്രോൾ. അതാണ് യൂറിയ. പിന്നെ പറയാം, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങണേ ഉള്ളൂ. നിങ്ങളെന്നെ കൊണ്ട് കൊടുക്കും, എനിക്കറിയാലോ. കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ ആലോചിക്കും, എനിക്കെന്തിനാ പഠിച്ചോനെ ഇതൊക്കെ പഠിപ്പിച്ചെന്ന്. ഞാനതുകൊണ്ട് കുടുങ്ങി. കാരണം നിങ്ങളെല്ലാവരും ഒഴിവാക്കി. എനിക്കിപ്പോൾ മര്യാദയ്ക്ക് സലാം പറഞ്ഞവരെ മടക്കണ മൂല്യന്മാരില്ല. സലാം അലൈക്കും എന്നാണ് പോവുകയുള്ളൂ. എന്തുകൊണ്ട് ഈ മൂപ്പരോട് സലാം പറഞ്ഞ കണ്ട് ആരെയും കണ്ട് അത് സോഷ്യൽ മീഡിയയിലിടുന്നുണ്ട്. ഇന്ന് നാട്ടുകാരെ മുഴുവൻ വെറുത്തു എല്ലാവരും. എനിക്കും പഠിച്ചോനോട് ഞാൻ പഠിച്ചോണ്ട് ചോദിക്കലുണ്ട്, പഠിച്ചോണ്ട് എന്തിനാ ഇതെല്ലാം വിവരം? എനിക്കും കൂടി യോജിക്കാനേ കഴിയില്ല. നിങ്ങൾക്കാലും വരെ ഇത് പഠിച്ചിട്ട് അത് പഠിക്കാനോ? ഞാൻ പറഞ്ഞല്ലോ, പാക്കറ്റ് പാലിൻ്റെ ഉള്ളിൽ എന്താ? യൂറിയയുടെ അംശങ്ങൾ. യൂറിയ എന്താ? പെട്രോള്, തനി പെട്രോള്, പെട്രോളിയം. പുറത്തു വരണ്ട. അതിന് നമ്മൾ കലക്കിയാൽ വെണ്ണ കിട്ടൂല.
അത് യൂറോപ്യൻ ഉൽപ്പന്നമാണ്. പെട്രോൾ ഒരു യൂറോപ്യൻ ഉൽപ്പന്നമാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മുടെ ആത്മാവ്. നമുക്കിപ്പോൾ ഖുർആനും ഹദീസും അല്ല നമുക്ക് വലുത്. ഇതൊക്കെ ഇപ്പോൾ നാടകങ്ങളാണ്. നാടകം ഒരാൾക്കും കഴിയൂല. ഈ അറബ് ഷേഖന്മാർ, സൗദിയും യു എ ഒക്കെ ഭരിക്കുന്ന അറബ് ഷേഖന്മാർക്ക് ഒരു ഇസ്രായേലിൻ്റെ രോമത്തുമ തൊടാൻ കഴിയൂല, നടക്കൂല. ആദ്യം ഇതൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് മുഹമ്മദിയത്തിൽ അഭിമാനിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ജയിക്കും. എങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ എനിക്കും അറിയില്ല, ജയിക്കുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? അത് അപ്പല്ല തുറന്നു തരും. കമ്മിയും ഫിഅത്തിൻ ഖലീല വലബത ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സാബിരീൻ ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദ ജാലൂത്ത് വഅതാ അല്ലാഹുൽ മുൽക വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാ. ഇക്കൊല്ലത്തെ സൗദി അറേബ്യയുടെ പ്രൊഡക്റ്റ് എന്താണെന്നറിയോ? ഇക്കൊല്ലത്തെ സൗദി അറേബ്യയിൽ നിങ്ങളെ ബഹുമാനപ്പെട്ട അന്നം തരുന്ന നാട്ടുകാരെന്ന് ഒരുപാട് മൗലവിമാരും വഹാബികളും എഴുതി വിട്ടു. അന്നം തരുന്ന നാടല്ലേ, അതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ മുശ്രിക്കീങ്ങളാ? അന്നം തരുന്ന നാടാ. വഹാബികൾ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ച ചെയ്തിട്ടാണ് അന്നം തരുന്ന നാടല്ലേ മുസ്ലിയാരെ. അപ്പം നിങ്ങളിപ്പോൾ വഹാബിയ നിങ്ങളിപ്പോൾ എന്താ കാഫറോ? അന്നം തരുന്ന നാടാ? അന്നം തരുന്ന നാടല്ലേ? നിങ്ങൾ ഈ മുസാഫ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാൻ. മുറുക്കി വല്ലാതെ മുറുക്കി പിടിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. മുറുക്കി വല്ലാതെ പിടിച്ചാൽ തുറക്കാൻ കഴിയൂല. അത് തുറന്നു നോക്കിക്കളി. അതിൻ്റെ ഉള്ളിലുണ്ട് അന്നം തരുന്ന ആരാണ്? സൗദി അറേബ്യയും യു എ അല്ല, അള്ളാഹു ആണ് എഴുതിയിട്ടുണ്ട്. അത് നോക്കണം. ഇവരെല്ലാവരും പ്രസംഗിക്കൽ ഖുർആൻ സുന്നത്ത് നിങ്ങൾ മുറുക്കി പിടിക്കുകയെന്നാണ്. മുറുക്കി പിടിക്കാൻ പറ്റൂല, തുറന്നു നോക്കണം. അതല്ല പറ്റമ്മൾ മുറുക്കി പിടിച്ചത് മുറുക്കി പിടിച്ചത് ഇത് 100 കൊല്ലം മുറുക്കി പിടിച്ചാൽ എനിക്ക് എന്ത് കുന്തം കിട്ടാനാണ്? ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുകയും എന്നിട്ട് മുറുകെ പിടിക്കുകയെന്ന് പറയുന്ന ആളുകൾ ഈ ആഴ്ച എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. അന്നം തരുന്ന നാടല്ലേ മൂല്യരെ? അന്നം തരുന്ന നാടോ? മുശ്രിക്കല്ലേ? അന്നം തരുന്ന നാടോ? അന്നം തരുന്ന ആരാ? റബ്ബല്ലേ? എന്താ സൗദി അറേബ്യയുടെ ഈ കൊല്ലത്തെ പ്രൊഡക്റ്റ് എന്താ? ഒരു പമ്പർന്നൂൾ. അവൾ അർദ്ധനഗ്നയായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അവൾ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യ റാണി മത്സരത്തിന് മത്സരിക്കാൻ പോവുക. അവൾ പുതച്ചതെന്താ? പതാക. എന്താ പതാകയിലുള്ളത്? എടാ, ഇത് ഈ ദുനിയാവിൻ്റെ മുകളിൽ ആദ്യം ഈ പതാക എന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഞാനാ. ഇത് ഒഴിവാക്കണം. ഈ കഴിഞ്ഞ 2022 എൻ്റെ ഓർമ്മ, ജർമ്മനി വേൾഡ് കപ്പിൽ കളിക്കുന്ന ആളുകളുടെ രാജ്യങ്ങളുടെ മുഴുവനും ഒരു ഫ്ലാഗ് ചുറ്റിയിട്ട് അവർ മദ്യക്കുപ്പികൾ ഇറക്കി. മനസ്സിലായില്ല? വേൾഡ് കപ്പിൽ അവരുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് മദ്യമാണ്. ജർമ്മനിയിലെ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് മദ്യമാണ്. അപ്പം മദ്യ കമ്പനി എന്ത് ചെയ്തു? ഈ കള്ളുണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്തു? ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവരുടെ കുപ്പിയുടെ മുകളിൽ അച്ചടിച്ചു. മനസ്സിലായില്ല? ഇറക്കി. സൗദി അറേബ്യയുടെ ഫ്ലാഗ് എന്താ? കള്ളിൻ്റെ കുപ്പിയുടെ മുകളിൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാം തെളിയിച്ചാൽ ഇതിൻ്റെ പേര് ഞാൻ മാറ്റും. ഈ പണി ഇന്ന് നിർത്തും. എന്തേ പറഞ്ഞ്? എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്? ലോകത്ത് ഏത് ഇമാമാണ്, ഏത് മൗമൂമാണ് ഈ സ്വന്തം പതാകയുടെ മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയത്? ഈ പതാക പലരും ഉപയോഗിക്കൂലേ? അവർക്ക് ഈ ജർമ്മനിയിലെ മദ്യക്കമ്പനിയെ മോശം പറയാൻ പറ്റൂല. അവരെന്തേ ചെയ്തിട്ടുള്ളൂ? അതാത് രാജ്യത്തിന്റെ ഫ്ലാഗുകൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് 2022 2024 കൊല്ലം മുമ്പ് ഈ കഴിഞ്ഞ ആഴ്ചയും ഞാനത് നോക്കിയിട്ടുണ്ട്. നെറ്റിൽ കിട്ടും. ഇക്കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയിട്ടുണ്ട്. ലോകത്ത് പല പ്രശ്നങ്ങളുണ്ടായും അതോടനുബന്ധിച്ച് ഈ കമ്പനി മാപ്പ് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവർക്ക് എന്ത് തെറ്റാണ്? അവരെന്താ ചെയ്തത്? ആ രാജ്യത്തിന്റെ ഫ്ലാഗ്, എല്ലാ രാജ്യത്തിന്റെയും ഫ്ലാഗ് അവരെ മദ്യക്കുപ്പിയുടെ മേൽ വെച്ചതുപോലെ സൗദി അറേബ്യയുടെ ഫ്ലാഗും വെച്ചു. അവരും വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. സൗദി അറേബ്യ ഫ്ലാഗിന്റെ മുകളിൽ എന്താ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ കള്ളിന്റെ കുപ്പിയുടെ പുറത്ത് എന്താ എഴുതിയിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ? ഓരോ നാട്ടിലെ പെൺകുട്ടികളും വേൾഡ് റാണി ആകാൻ വേണ്ടി സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ രാജ്യത്തിന്റെ ഫ്ലാഗ് അഭിമാനത്തിൽ കാണിക്കും, മേലെ ചുറ്റിയിട്ട് സ്വന്തം നഗ്നത മറക്കാൻ വേണ്ടിയിട്ട്. ഈ പെൺകുട്ടി അത് കാണിച്ചു. അവരെ ഫ്ലാഗിന്റെ മുകളിൽ എന്താ ഉള്ളത്?
അപ്പൊ സൗന്ദര്യ റാണിയാകാൻ പോകുന്ന പെണ്ണിന്റെ നഗ്നതയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ് എന്ത്? ഇതല്ലടാ പ്രൊഡക്റ്റ്. 100 കൊല്ലത്തിന് സൗദി അറേബ്യൻ്റെ പ്രൊഡക്റ്റ് എന്താ? ഇതല്ലേ? ഇവർക്ക് അടിമയായി നടന്നാൽ എങ്ങനെയാണ് നിനക്ക് അള്ളാന്റെ അടിമയാൻ കഴിയുക? അവരെ കയ്യിൽ പണമുണ്ട്, അധികാരമുണ്ട്, ഉണ്ടായിക്കോട്ടെ. ഈ അതിലും വലിയ അധികാരിയെ പേടിക്കേണ്ട ആളല്ലേ റബ്ബ്. നഷ്ടപ്പെട്ടു പോയി. ഇതൊരാൾ പറയില്ല. ഇതെന്താ ഒരു മൗലവിക്ക് അറിയാത്തതുകൊണ്ടാണോ? കേരളത്തിലെല്ലാ മുജാഹിദ് മൗലവിക്കും ഇതറിയാലോ. എന്താ ഒരു പ്രസംഗിക്കാത്ത? എന്ത് ഓല വരുമാനം അവിടുന്നാണ്. ഞമ്മക്ക് അവിടുന്ന് വരുമാനം ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ മുടക്കണ്ടല്ലോ. കാറൂന് കിട്ടിയാൽ നമുക്ക് കിട്ടിയാൽ എത്ര നന്നായിരുന്നു. മുസാനബിന്റെ കയ്യിൽ നിന്ന് എല്ലാ വരുമാനം ഉപകാരവും വാങ്ങിയിട്ട് ജനങ്ങൾ കാറൂന്റെ പ്രശംസ പറയും. മുസാനബിനെ പറ്റി നന്മ പറയുന്നില്ല. എന്തുകൊണ്ട്? മൂസാന്റെ കയ്യിൽ എന്നിട്ടാലും നമുക്ക് തരും. കാറൂൻ തരൂല്ലെങ്കിലും എന്തെങ്കിലും തരാൻ തോന്നുകയാണെങ്കിൽ മൂസപ്പാവ കാറും മോലാളിയാ വല്ലതും തരാണെങ്കിൽ വമ്പം കിട്ടലുണ്ടാവും. അപ്പൊ ജനങ്ങളൊക്കെ ആരെ പ്രശംസിച്ചു? അത് മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്. അതാണ് ഖുർആനാ പറഞ്ഞത്. ഇത് എക്കാലത്തും അങ്ങനെയാണ്. ജനങ്ങൾ മൂസാനബിന്റെ കയ്യിൽ നിന്ന് ഉപകാരം വാങ്ങിയിട്ട് പ്രശംസ ആർക്ക് കൊടുക്കും? കാറൂന്. മൂസാനബിന്റെ കയ്യിൽ നിന്ന് മൂസ നല്ല സാധുവ, വല്ല റൊട്ടിയും കഷ്ണം കിട്ടിയെങ്കിലേ കിട്ടുള്ളൂ. മന്നും സെൽവിയും അത് ഞങ്ങൾക്ക് ഇനി വേണ്ടേനും. നിന്റെ ഈ കട്ടിത്തന്നും കാടപ്പച്ചും കൊണ്ട് ഞങ്ങൾ തോറ്റു. ഇനി വല്ല വെള്ളരി കക്കരി അങ്ങനെ എന്തെങ്കിലും തരാം മൂസ. അപ്പൊ മൂസ കാട്ടി മിസ്ർ പോയിക്കോളി. നല്ല ഭക്ഷണം ഒഴിവാക്കി മോശം ഭക്ഷണം തേടാണോ എൻ്റെ അടുത്ത് വന്നിട്ട്? പോയി ആട്ടി. കാറൂൻ അങ്ങനെയല്ല. കാറൂൻ അക്കാലത്തെ ലോകത്തെ ഏത് ഭക്ഷണവും വസ്ത്രവും എന്തു തരം കഴിവുള്ള ആളാണ്. ആര്? കാറൂൻ. തരുന്നില്ല എന്നേ ഉള്ളൂ, തരാൻ വിചാരിച്ച മോന് കഴിയൂ. അതാണ് ഇപ്പം നമ്മളും അറബി നാടകത്തിൽ സുന്നികൾക്കുള്ള ബന്ധം. ഇല്ലാതെ കിട്ടണമെന്നില്ല, എന്നാലും അവർക്ക് തോന്നിയാൽ കിട്ടിയത് പെരുങ്കിട്ടലാവും. അപ്പം നമ്മളും പറയണ്ട. വഹാബികളെ ഏതായാലും പറയില്ല, സുന്നികളും പറയില്ല. നമ്മളൊരു സുഹാബിയാണ് ഇപ്പോൾ, ഒരു സങ്കര സുഹാബി. വഹാബി സുന്നി കൂടിയ ഒരു സുഹാബി കമ്പനി. അപ്പോൾ ഇവരൊക്കെ പ്രശ്നം എന്താ? പ്രശ്നം പണം മാത്രം. എന്നെങ്കിലും ഈ സൗദി അറേബ്യ UAE കയ്യിൽ 10 പൈസ ഇല്ലാതെ പറഞ്ഞാൽ അന്ന് ഒരു വയത് പറയും. അന്നാണല്ലേ പന്നിക്കുട്ടികൾ കിണറ്റി ചാടിയ പറയുന്ന വർത്താന. ഏതെങ്കിലും പന്നി കിണറ്റി ചാടിയ ആ കരമല്ല ആളുകളൊക്കെ വന്നാണ് എന്താ പറയാ? ഇപ്പോഴല്ലേ മനസ്സിലായത് നമ്മളെ പൂള കുത്തിയപ്പന, നമ്മളെ ചേമ്പ് പൂത്തിരുപ്പന, എന്റെ നെല്ലൊരു കോലാക്കി അത് പന. ഭൂമിൻ്റെ മേലെയാകുമ്പോൾ പറയില്ല കുശി ചാടണം. സൗദി അറേബ്യ UAE ഒക്കെ 10 പൈസ ഇല്ലാതെ തൊലഞ്ഞ് നമ്മളങ്ങോട്ട് തയ്ച്ചു. നിങ്ങൾ എന്തെങ്കിലും വല്ല 25 സംഘടിപ്പിച്ച് അങ്ങോട്ട് അയക്കണേ പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ഞാൻ അനുഭവിച്ചോളി. അന്ന് നമ്മൾ നാടാകെ വെള്ളം പറയും. ഒലൊക്കെ വഹാബികളാണ്, ഒലക്കൊന്നും സഹകരിക്കണ്ട, 10 പൈസൻ്റെ ഉപകാരം ഒല കൊണ്ടില്ല. ഇപ്പം പറയില്ല, കാരണം ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിലും ഒല കൊണ്ടല്ലേ കിട്ടുള്ളൂ. പുറത്തു പറയണ്ട. എല്ലാവരുടെ ലക്ഷ്യം ദീപസ്തംഭം, ആശ്ചര്യം, നമുക്കും കിട്ടണം പണം തന്നെ. വേറെ ഒരു ഉദ്ദേശം ഒരു മൂല്യർക്കില്ല. ഒരു ബാലം തലേക്കെട്ടായിരുന്നു ഇന്ത്യ കാഴ്ചയിലില്ല. നിങ്ങൾ പല കാഴ്ച, എൻ്റെ കണ്ണ് പണ്ടേ മോശമാണ്, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം മൂല്യന്മാരൊക്കെ മോശമാണെന്നല്ല. നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ എല്ലാവരും ലക്ഷ്യം ദുനിയാവാണ്. പിന്നെ സാധുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അവർക്ക് ഇതൊന്നും ബന്ധം ഉണ്ടാവില്ല. ഒക്കെ എല്ലാവരും ലക്ഷ്യം ദുനിയാവാണ്. അതുകൊണ്ട് ഈ രംഗത്ത് അല്ല, എന്നാൽ നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ ദ്വാരുന്നത് ശരിയായില്ല, എന്നാൽ നമ്മൾ ദ്വാരുന്നത് ശരിയാണ്ട്. നമ്മളിപ്പോൾ കുറേ കാലം ദ്വാരക്കണം. നമ്മൾക്ക് അല്ലാഹു തആല ഫസയഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന. നമ്മൾ ആർക്കായി പറ്റൂല. ജെറൂസലേമിൽ നിന്ന് ഉയർത്തപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലപ്പുറത്ത് വന്നിറങ്ങുന്നല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. മലപ്പുറത്തൊന്നും ഇറങ്ങൂല, അതിനൊന്നും മലപ്പുറത്ത് വരെ പറ്റൂല. നമുക്ക് യോഗം കൂടി പറയൽ നടക്കുള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ പറ്റൂല. അവർ സിറിയയിൽ വന്നിറങ്ങും. സിറിയയിലെ ആളുകൾ ആൺകുട്ടികളാണ്. എന്തേ? അള്ളാഹ് കൊണ്ട് എന്തോ അവർ നഷ്ടപ്പെടുത്തി. അപ്പോൾ അവരിറങ്ങും. മനസ്സിലായില്ല? ജെറൂസലേമിൽ നിന്നാണ് ആരോ ഉയർത്തപ്പെട്ട്. എന്താണ് രാവിലെ തന്നെ വന്നിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കണം. ജെറൂസലേമിൽ നിന്നാണ് ആരോ ഉയർത്തപ്പെട്ട്? ഈസാ നബിയെ. ഇന്നെന്താ ജെറൂസലേമിൽ ഇറങ്ങാഞ്ഞു? ജെറൂസലേമിൽ അന്ന് ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. എവിടെ ഇറങ്ങും? ഫ്ലൈറ്റിന്റെ സിഗ്നൽ കിട്ടാത്തോണ്ടല്ലോ സിറിയയിൽ ഇറങ്ങിയത്. എവിടെ ഇറങ്ങുക? ഡമാസ്കസിൽ ഇറങ്ങും.
എന്തേ? അള്ളാഹുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവർ അക്കാലത്ത് ഡമാസ്കസിലായിരിക്കും. അവർ ഈസയെ കാത്തിരിക്കായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടവർക്കൊരു നേതാവിനെ കിട്ടിയാൽ സന്തോഷമായിരിക്കും. നേതാവിനോട് വന്ന ഉടനെ ചോദിക്കും, നമുക്ക് പോവല്ലേ? നമ്മളിടയിൽ ഈസാ നബി ഇറങ്ങിയാലോ? ഇന്ന് വൈകുന്നേരം ഈസാ നബി നമ്മളിടയിൽ ഇറങ്ങിയാലോ? ഇന്ന് വൈകുന്നേരം ഈസാ നബി ഇറങ്ങി. എന്നിട്ട് ഈസാ നബി എന്നെ അങ്ങോട്ട് ചോദിച്ചു. നമ്മൾ ചോദിച്ചില്ല. നമ്മൾ ഈ ബത്തക്കൊക്കെ അപ്പോഴത്തേന് എന്തായിട്ടുണ്ട് പറയടാ. ബത്തക്ക സൈഡിൽ മുറിച്ച്, പൈനാപ്പിൾ മുറിച്ച്, പിന്നെ ഇതെല്ലാം മുറിച്ച്. ഒരു മിനിറ്റ്. ഈ ബത്തക്കും പൈനാപ്പിളും മുഴുവൻ മുറിച്ച് വെച്ചതിന് ശേഷമാണ് ആര് വന്നേ? മന്തി, കുഴിമന്തി, സമൂഹം നോമ്പുതറ. അപ്പോൾ ഈസാ നബി ഒന്നാണ് പറഞ്ഞേ, അസർ ഒന്നാണ് പറഞ്ഞേ, നമുക്ക് പോവുക. അപ്പം നമ്മൾ പറയും സമൂഹ നോമ്പറൊക്കെ വിളിച്ചത് കൊണ്ട് നമുക്ക് മഗ്‌രിബിന് ശേഷം പോകാം. മഗ്‌രിബിന് ശേഷം തിന്ന് കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ കാണാനല്ല, ഒരു മെല്ലെ മിന്നും. ബാക്കിയുള്ളവരോട് എന്തു പറയും ഈസാ നബിനോട്? പിന്നെ നമ്മളെ കുഞ്ഞാറാനെയും അവളൻകുട്ടിയും മൂസക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഓരോടും കൂടി ഓരോ വന്നാൽ ഭയങ്കര യുദ്ധം ചെയ്യാനൊക്കെ വലിയ ഉഷാറ്. നമുക്ക് ഓരോ കുട്ടി പോകാം. ഒരു കാണൽ ഇവിടെ ഉണ്ടേനും. ഏതായാലും നമുക്ക് ഓരോട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂട്ടി ആലോചിച്ചിട്ട് നാളെ രാവിലെ പുറപ്പെടാം. നാളെ ഞാൻ ഇവിടുത്തെ എന്താ പറയുക, പെരുന്നാൾ സൽക്കാരത്തിന് മകൾ വിരുന്നേരാൻ നടക്കണം. ഓളുണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് വരെ ദുബായി നയിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അല്ലെങ്കിൽ അത്യാവശ്യക്കാർ പോയിക്കോളി, ഞാൻ സ്പീഡിൽ ബാക്കിൽ വരാം. ഗസയിലും ഡമാസ്കസിലും ഈസാ നബി എന്നിറങ്ങിയാൽ നാളെ പോകാമെന്നവർ പറയില്ല. കാരണം അവർക്ക് ഇന്ന് വൈകുന്നേരത്തിന് വത്തക്ക. പറയുടെ ചങ്ങായി, അവർക്ക് ഇന്ന് വൈകുന്നേരത്തിന് വത്തക്ക ഇല്ല, മന്തിയില്ല, കുഴിമന്തിയില്ല, പൈനാപ്പിളും ഇല്ല, ഒന്നുമില്ല. ഇവരും ഈസാ നബി ഇറങ്ങിയ ഉടനെ ഒന്ന് കുളിച്ച് കുപ്പായ മാറ്റി പോകാമെന്നാണ് ഈസാ നബി വിചാരിച്ചത്. ഇവരെന്ത് പറയും? അതൊക്കെ നമുക്ക് പിന്നെ മാറ്റാം ഇമാമേ, നമുക്ക് പോകാം. ഞങ്ങൾ എത്ര കാലമായി നിങ്ങൾ വരുന്ന ആലോചിക്കണം. നിങ്ങളിവിടെ ഉണ്ടാ? ദുബായിൽ മദീമാമെന്ന് വന്നാലോ പോകുമല്ലോ? പണിയൊക്കെ ഞങ്ങൾ ഇന്നോണിയും പറഞ്ഞു. എൻ്റെ അറബ് രാജാക്കന്മാർ ഈ മുസാഫൊക്കെ നാടാകെ കയറ്റിവിടുന്ന രാജാക്കന്മാരെ കൊട്ടാര മുറ്റത്ത് ഈ മദീമ ഇറങ്ങിയാലോ അവരെന്താ പറയാ? നിങ്ങളിപ്പോൾ തൽക്കാലം അതിനൊന്നും മെനക്കെടണ്ട, നിങ്ങൾക്ക് വേണ്ടൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. പിന്നെ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ. നമുക്കെന്ന് വൈകുന്നേരം മക്കത്ത് കയബത്തങ്ങ് പോയാണ് ദ്വാരക്കാം. ഏതായാലും കുനൂത്ത് തുടങ്ങി. കുനൂത്തിൽ നമുക്ക് 3/4 മണിക്കൂർ 1.5 മണിക്കൂർ ആകെ കുനൂത്ത് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തീർക്കണം. ആ കുനൂത്താണ് 1.5 മണിക്കൂർ നീട്ടുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? ഈ കുനൂത്ത് നീട്ടിനോടുകൂടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചോനെ എന്താ പറയുന്നത്? കുനൂത്ത് പറഞ്ഞാൽ ചെറിയ ഒരു ഫർള, അത് എഴുത്തിതാല് പെട്ടെന്ന് തീർക്കണം. അതാണ് ഇവിടെ എന്താക്കണത്? പറയുടെ ചങ്ങായി, അതൊക്കെ 1.5 മണിക്കൂറാണ് നീട്ടുന്നത്. അത് ഇങ്ങനെ കയറ്റി വിടും. ബന്ധം ആരോടാ? ഇസ്രായേലിനോടാ. കുനൂത്ത് നമ്മുടെ നാട്ടിക്ക്, ബന്ധം ഓരോ നാട്ടിക്ക്. അല്ല, മക്കത്തെ ഇമാമിനെ കുനൂത്ത് കയറ്റി വിടണ്ടല്ലോ. രാജാവിൻ്റെ കൊട്ടാരത്ത് പോയി പറയാലോ, നമുക്കത് പോയാലോ? അതിൻ്റെ പറഞ്ഞ തലവിട്ടു. മുഹമ്മദ് ബിൻ മസ്ലമയോട് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, എൻ്റെ ഭരണം നാശാനുണ്ടോ? അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ ഒന്നും പറഞ്ഞില്ല. പൊരേ പോകാറ്, പൊരേ ചെന്ന് വാളെടുത്തുകൊണ്ട് വന്നിട്ട് മുഹമ്മദ് അങ്ങനെയാണ് ഈ ജാതി സാധനം അങ്ങാടിയിൽ വിൽക്കപ്പെടുന്ന കാലത്തോളം നീയൊന്നും തെറ്റൂല. അതിൻ്റെ അർത്ഥം നിന്റെ ഭരണത്തിൽ നീതി നഷ്ടപ്പെട്ടാൽ കഴുത്തിന് ഞങ്ങൾ കിട്ടും. ആരോട് പറഞ്ഞു? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. അപ്പോൾ ഉമർ കരഞ്ഞു, അൽഹംദുലില്ലാഹ്, ഈ ജാതി ഭരണ എനിക്കുണ്ടെങ്കിൽ എനിക്ക് പിഴക്കൂല. ഇന്ന് ഈ ഭരണാധികാരിയോട് അങ്ങനെ പറഞ്ഞൊക്കെ സൗദി അറേബ്യയിൽ അന്ന് ഉള്ളിൽ പോയാൽ ആട് ജീവിതം 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നെ 200 കൊല്ലം കഴിഞ്ഞാൽ വരില്ല. ഇവിടെ ഉണ്ടോ? നാടക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.